ഇത് തെന്മാതിമംഗലം എന്ന കാർഷിക ഗ്രാമം. തമിഴ്നാട്ടിലെ തിരുവണ്ണാമല ജില്ലയിലെ പൂലൂർ താലൂക്കിൽ നിന്നും 20 കിലോമീറ്റർ ദൂരെ. വഴിയുടെ രണ്ടു വശങ്ങളിലും മാന്തോപ്പുകൾ, ചെറുപയറും നിലക്കടലയും കൃഷി, കൂടെ മറ്റൊരു വ്യവസായം പച്ച പിടിച്ചു വരുന്നു. ഇവിടെ എത്തുന്ന ഭക്തജനങ്ങളുടെ താൽക്കാലിക വിശ്രമ ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നു. നമസ്കാരം. ടെമ്പിൾ വോയേജിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഭക്തി പുരസരമുള്ള ഒരു യാത്രയ്ക്ക് ട്രെക്കിംഗ് എന്ന് പറയാമോ എന്നറിയില്ല. ഇവിടെ നിന്നും 5.5 കിലോമീറ്റർ കാട്ടിലൂടെ ചെങ്കുത്തായ മല കയറി വേണം ക്ഷേത്രത്തിലേക്ക്. അതിശയിപ്പിക്കുന്ന ആ യാത്രയിലേക്ക്, ആശ്ചര്യപ്പെടുത്തുന്ന കാഴ്ചകളിലേക്ക്. വനം വകുപ്പിൻ്റെ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കാർ പാർക്ക് ചെയ്ത് 50 രൂപ പാർക്കിംഗ് ഫീസ് അടച്ച് പർവ്വതമലയിലേക്ക് പ്രവേശിക്കുന്ന ചെക്ക് പോസ്റ്റിലേക്ക്. വനം വകുപ്പ് ചെക്ക് പോസ്റ്റും അനുബന്ധ ഓഫീസുകളും. ഇവിടെ എത്തുന്ന ഭക്തരുടെ ബാഗേജ് പരിശോധിച്ച് ആധാർ വിവരങ്ങൾ രജിസ്റ്ററിൽ എഴുതി ഒപ്പ് ഇട്ട ശേഷം വേണം വനത്തിലേക്ക് പ്രവേശിക്കാൻ. ഞാനിവിടെ എത്തിയപ്പോൾ രാവിലെ 8:30. വനം വകുപ്പ് ഓഫീസിൽ ആരുമില്ലായിരുന്നു. പരിശോധനകളില്ലാതെ മുൻപോട്ട്. വനത്തിനുള്ളിലൂടെ നടക്കുമ്പോൾ കുരങ്ങന്മാരുടെ ശല്യം ഉണ്ടാവാതെ ഇരിക്കാൻ ഈ ഹനുമാൻ ക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ചിട്ട് മുമ്പോട്ട് പോകുന്നു. ഇവിടെ നിന്നും നടന്നു തുടങ്ങിയാൽ 5.5 കിലോമീറ്റർ ദൂരം നടക്കണം. സർവശക്തനായ മല്ലികാർജുനനോടുള്ള തീവ്രമായ ഭക്തിയും പ്രകൃതിക്ക് കീഴടങ്ങലുമാണ് പർവ്വതമലയിൽ കയറുവാനുള്ള മാർഗമായി പറയപ്പെടുന്നത്. ഓരോ ഭക്തനെയും ശാരീരികമായും മാനസികമായും ഭഗവാൻ പരീക്ഷിക്കുകയാണോ അതോ സ്വയം പരീക്ഷിക്കുകയാണോ? ഒരു ഒറ്റയടിപ്പാത കാട്ടിനുള്ളിലേക്ക് പോകുന്നുണ്ട്. മനുഷ്യവാസമുള്ളതിൻ്റെ ലക്ഷണമാണല്ലോ. കാട്ടിനുള്ളിലൂടെ നടക്കുമ്പോൾ വന്യജീവികൾക്ക് ആഹാരം കൊടുക്കാൻ പാടില്ല എന്ന് പ്രത്യേകം നിഷ്കർഷിച്ചിരിക്കുന്നു. കാട്ടുപന്നിയാണ് ഏറ്റവും അപകടകാരിയായി ഇവിടെ ഉള്ളത്. വെള്ളമില്ലാത്ത ഒരു തടയണ കാണുന്നു. മഴക്കാലങ്ങളിൽ എത്തിയാൽ ഭംഗിയായിരിക്കുമോ? ഞാൻ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത് തെക്കൻ കൈലാസം എന്നറിയപ്പെടുന്ന പർവ്വതമലയുടെ ഒരു ദൂരക്കാഴ്ചയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 4560 അടി ഉയരത്തിലാണ് ഈ പർവ്വതമല. ഇതൊരു വിശ്വാസമാണ്. ഇഷ്ടദൈവത്തെ മനസ്സിൽ വിചാരിച്ച് ഇങ്ങനെ കല്ലടുക്കി വെച്ചാൽ സ്വന്തമായി വീടുണ്ടാവാനുള്ള യോഗമുണ്ടാകുമെന്ന് പറയപ്പെടുന്നു. അടി താഴ്ചയുണ്ട് എന്ന് പറയപ്പെടുന്ന ഒരു കിണർ. ഇവിടെ നിന്നുമാണ് പർവ്വതമലയിലേക്കുള്ള ജലവിതരണം. ഇവിടെ ഈ കാണുന്നത് ഒരു വനദുർഗാ ക്ഷേത്രവും ഒരു ശിവക്ഷേത്രവുമാണ്. എല്ലാ ഭക്തജനങ്ങളും ഇവിടെ പ്രാർത്ഥിച്ചിട്ടാണ് പർവ്വതമലയിലേക്ക് പോകുന്നത്. തമിഴ്നാട്ടിലെ കിഴക്ക് ഘട്ടമായ ജവാദു മലനിരകളിൽ തെന്മാതിമംഗലം, കടലാടി എന്ന 2 ഗ്രാമങ്ങൾക്കടുത്തായി വരും പർവ്വതമലയുടെ സ്ഥാനം. നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് തെന്മാതിമംഗലത്തു നിന്നും തുടങ്ങുന്ന വഴിയാണ്. താരതമ്യേന ധാരാളം ഭക്തജനങ്ങൾ ഈ വഴിയിലാണ് മല കയറുന്നത്. ഞാനൊരു ഭീഷണിയിൽ നിന്നും രക്ഷപ്പെടാൻ വടിയെടുത്തു. എൻ്റെ പുറത്തിട്ടിരുന്ന ബാഗിൽ എന്തെങ്കിലും ആഹാര സാധനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി ഒരു കൂട്ടം കുരങ്ങന്മാർ ആക്രമിക്കാൻ എൻ്റെ പുറകെ വന്നിരുന്നു. വടി കയ്യിൽ വന്നതിന് ശേഷം കുരങ്ങന്മാരെ കണ്ടില്ല. മലകയറ്റത്തിൻ്റെ 2ാം ഘട്ടമായ പടികൾ കയറി തുടങ്ങി. മൊത്തം 1263 പടികൾ കയറണമെന്നാണ് അറിയുന്നത്. പക്ഷേ ഒരു പടിയും കൃത്യമായ അകലത്തിൽ ഉള്ളതല്ലാത്തതിനാൽ പടികളുടെ എണ്ണം വെച്ച് ദൂരം കണക്കാക്കാൻ സാധിക്കില്ല. കുറച്ച് പേർ പടി ഇറങ്ങി വരുന്നുണ്ട്. സംസാരിച്ച് നോക്കാം. അങ്ങോട്ട് എപ്പോൾ പോയി എന്ന് ചോദിച്ചപ്പോൾ ഇന്നലെ രാത്രി 12 മണിക്ക് എന്ന് പറയുന്നു. ഓ ശരി ശരി. നല്ല കൂട്ടമായിരുന്നല്ലേ? ഇല്ല ശരി. ആ
ആ ശരി ശരി. ജോളിയായിരിക്കുന്നു, എത്ര നേരം വേണമെങ്കിലും അവിടെ ഇരിക്കാമെന്നൊരു ഭക്തൻ പറയുന്നു. എട്ടര മണിക്ക് നടക്കാൻ തുടങ്ങിയതാണ്. ഇപ്പോൾ 11:53. എത്ര ദൂരം നടന്നു എന്നറിയാൻ ഒരു മാർഗവുമില്ല. കിതപ്പ് കാരണം കയറാനും ഒരു പ്രയാസം. ധാരാളം ഭക്തർ ഇന്നലെ പോയവർ തിരികെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു സാധാരണ ക്ഷേത്രമല്ല. ഞാൻ വളരെ പ്രയാസപ്പെട്ടാണ് കയറിയത്. എങ്കിലും വഴിയിൽ പരിചയപ്പെട്ട ധാരാളം ഭക്തർ ഇവിടെ സ്ഥിരമായി തൊഴാൻ വരുന്നവരായിരുന്നു. മറ്റൊന്ന്, കൂടുതൽ ആളുകളും രാത്രി 12 മണിക്കോ അതിനുശേഷമോ മല കയറി അതിരാവിലെ അവിടെ എത്തി പൂജ നടത്തി തിരികെ വരുന്നവരായിരുന്നു. ഇതുവരെ 200 പടികളെ കയറിയിട്ടുള്ളൂ. സാധാരണ 3.5 മണിക്കൂർ കൊണ്ട് മുകളിലെത്തുമെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഞാൻ രാവിലെ 8:30 തുടങ്ങിയ കയറ്റം ഇതുവരെ പകുതി ദൂരം പോലും എത്തിയെന്ന് എനിക്ക് തോന്നുന്നില്ല. വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും കുഴഞ്ഞു മറിഞ്ഞ പർവ്വതമല. പൗർണമികളിൽ ഇവിടെ പൂജ ചെയ്യുന്നതിനായി ദേവലോകത്തു നിന്നും ദേവീദേവന്മാർ വരുമെന്ന ഒരു വിശ്വാസം. അതിനാൽ പതിവായി വരുന്ന ഭക്തജനങ്ങൾ ഇവിടെ അധികമാണ്. 48 പൗർണമി അമാവാസി ദിവസങ്ങൾ തുടർച്ചയായി പർവ്വതമലയിൽ ശിവനെ ദർശിക്കാനായാൽ കൈലാസപർവ്വതത്തിൽ ശിവനെ ദർശിച്ചതിൻ്റെ നേട്ടം കിട്ടുമെന്നും ഒരു വിശ്വാസം. അഞ്ഞൂറ് പടി പോലും ആയില്ല. എന്തൊരു കിതപ്പെന്നറിയാം. ആ എപ്പടി കയറി പോണേ? ഇല്ല വഴി தெரியுமா? இல்லை ടോർച്ച് വെച്ചേക്കാ. അതിനാലേ ഓക്കെ ഓക്കെ ശരി. തിരികെ വരുന്നവരുമായി മിണ്ടിയും പറഞ്ഞതും വന്നതിനാൽ കയറുന്നതിൻ്റെ പ്രയാസം അറിയുന്നില്ല. പടി കയറി. അങ്ങനെ 800ാമത്തെ പടി കയറി. ക്ഷീണം കാരണം നടക്കാൻ കഴിയാതെ തളർന്നിരിക്കുന്ന ഒരു ഭക്തൻ. ആയിരത്തി 263 പടികൾ ഇതുവരെ കയറി. ഇനിയാണ് 3ാമത്തെ പരീക്ഷണം. കടപ്പാറ എന്ന് പറയുന്ന ഈ ഉരുളൻ കല്ലുകളിൽ ചവിട്ടി ഇനി മുമ്പോട്ട്. പർവ്വതമല കയറാൻ എൻ്റെ കൂടെ ഭാര്യ ഇന്ദുവും ഉണ്ടായിരുന്നു. നടന്ന് ക്ഷീണിച്ച് ഞങ്ങളൊരു കല്ലിലിരുന്ന് വിശ്രമിക്കുമ്പോൾ 2 ചെറുപ്പക്കാർ പടി കയറി വന്നു. പിന്നീട് ഞങ്ങൾ 4 പേർ ഒന്നിച്ചായിരുന്നു മല കയറിയത്. 2 പേരും സേലം ജില്ലയിലെ ആത്തൂർ സ്വദേശികളായിരുന്നു. ഒരാൾ മിസ്റ്റർ ജഗൻ, ഇനി ഒരാൾ മിസ്റ്റർ കാർത്തിക്. எங்கள் கூட மிஸ்டர் ஜெகன் மிஸ்டர் கார்த்திக் 2 பேர் ஆத்தூரில் നിന്ന് ജോയിൻ பண்ணியிருக்கு. നമ്മൾ വരുന്ന വഴിയിൽ കണ്ട ജലവിതരണ സംവിധാനം. ഈ ടാങ്കിൽ ജലം നിറയ്ക്കുന്നു. ഇവിടെ നിന്നും ഭക്തർക്ക് ആവശ്യത്തിനെടുക്കാം. ഇവിടെ നിന്ന് വീണ്ടും പമ്പ് ചെയ്ത് മലമുകളിലേക്ക്. ശ്രീ ശങ്കരാചാര്യർ മലയിലേക്ക് കയറുന്നതിന് പകരം മലയിലേക്ക് നോക്കി ശിവലിംഗം മനസ്സിൽ ധ്യാനിച്ച് പർവ്വതമലയെ ചുറ്റി പ്രദക്ഷിണം ചെയ്തു എന്ന് പറയപ്പെടുന്നു. പർവ്വതമലയ്ക്കും തിരുവണ്ണാമലയ്ക്കും 30 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവർക്ക് ഒരു ആത്മീയ ഗുരു ആവശ്യമില്ലെന്നും എല്ലാം ഭഗവാൻ ശിവനിൽ അർപ്പിക്കാനും അദ്ദേഹം പറഞ്ഞിരുന്നു. പർവ്വതമലയ്ക്ക് ചുറ്റും ധാരാളം സിദ്ധന്മാർ താമസിച്ചിരുന്നതായും പല സിദ്ധന്മാരുടെയും സമാധി സ്ഥലങ്ങൾ നമ്മൾ ഈ പോകുന്ന വഴിയിൽ ഉണ്ട് എന്നുമാണ് പറയപ്പെടുന്നത്. ക്ഷേത്രം പണികഴിപ്പിച്ച നന്ദൻ രാജാവ് മല്ലികാർജുന സ്വാമിയുടെയും സിദ്ധറുകളുടെയും അനുഗ്രഹം തേടി നിത്യ സന്ദർശകനായിരുന്നു ഇവിടെ എന്ന് പറയപ്പെടുന്നു. എൻ്റെ അറിവിൽ ശബരിമലയ്ക്ക് പോകുന്ന കരിമല കയറ്റമായിരുന്നു ഏറ്റവും ദുർഘടമായ കാനനപാത. ഇപ്പോൾ ഈ കല്ലുകൾ ചവിട്ടി മല കയറുമ്പോൾ
ശബരിമല കാനനപാതയെ ഓർമ്മ വരുന്നു. എല്ലാ മാസവും അമാവാസ്യയ്ക്കും പൗർണമിക്കും ഇതിലെ വരുന്നവരെ സമ്മതിക്കണം. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? മഴക്കാലത്ത് അതിശക്തമായി വെള്ളം ഒഴുകി വരുന്ന വഴിയാണിത്. ദൂരക്കാഴ്ചയിൽ പർവ്വതമല ഇവിടെ നിന്നും കാണാം. നമ്മൾ അങ്ങോട്ടാണ് പോകുന്നതെങ്കിലും ഞാൻ ക്യാമറ ഒന്ന് സൂം ചെയ്ത് കാണിക്കാം. എങ്ങനെയുണ്ട് പർവ്വതമല? ഇനിയും ഏകദേശം 2 കിലോമീറ്റർ ദൂരം. ഭയമാ വെക്കമാ? കടലാടി ഗ്രാമത്തിൽ നിന്നും തുടങ്ങുന്ന രണ്ടാമത്തെ വഴി ഇവിടെയാണ് വന്ന് ചേരുന്നത്. മലകയറ്റം ഇഷ്ടവിനോദമാക്കിയവർ മാത്രം വരുന്ന ദുർഘടം പിടിച്ച വഴി എന്നറിയുന്നു. മാമ്പാക്കം എന്ന മറ്റൊരു ഗ്രാമത്തിൽ നിന്നും മൂന്നാമത് ഒരു വഴി കൂടെ ഉണ്ട് എന്നറിയുന്നു. യഥാർത്ഥ പർവ്വതാരോഹകർക്ക് മാത്രം വഴങ്ങുന്ന കഠിനമായ മലകയറ്റം എന്നാണ് അറിയുന്നത്. മല്ലികാർജുനമല, തൃശൂലഗിരി, സഞ്ജീവനിഗിരി എന്നീ പേരുകളിലും പർവ്വതമല അറിയപ്പെടുന്നുണ്ട്. പർവ്വതമലയിലും താഴ്വരകളിലും ധാരാളം ഔഷധ സസ്യങ്ങൾ കാണപ്പെടുന്നു. ഹനുമാൻ മരുത്വാമലയുമായി പോകുമ്പോൾ അതിൽ നിന്നും വീണ ഭാഗമാണ് എന്നും വിശ്വസിക്കപ്പെടുന്നു. കയറി വന്ന വഴിയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയതാണ്. ഇനി കയറി പോകേണ്ട വഴി ഇതാണ്. വഴിയിൽ പലയിടത്തും ശിവലിംഗം, ഗണപതി പ്രതിഷ്ഠകൾ ഭസ്മം കൊണ്ട് അഭിഷേകം നടത്തിയ നിലയിൽ കാണാം. ശിവരാത്രി പോലെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഈ പ്രതിഷ്ഠകൾ കാണാൻ സാധിക്കാത്ത വിധം ഭസ്മം കൊണ്ട് മൂടിയിരിക്കും. டிஸ்பிளேல இது இங்கே தெரியுது, அங்கே இருக்கு. நம்ம செல்ஃபி எடுக்கிறதுக்காக. മരത്തിൽ കെട്ടിയിരിക്കുന്ന തൊട്ടിലുകൾ കണ്ടോ? ആഗ്രഹ സാഫല്യത്തിനായുള്ള ഒരു നേർച്ചയാണ്. യഥാർത്ഥ പരീക്ഷണം ഇവിടെയാണ് തുടങ്ങുന്നത്. പർവ്വതമലയിലേക്കുള്ള 4ാം ഘട്ടം ഈ പാറയിൽ കൂടി തൂങ്ങി മുകളിലേക്ക് കയറുക എന്നുള്ളതാണ്. ഇവിടെ വരെയാണ് 5.5 കിലോമീറ്റർ ദൂരം. ഇനിയുള്ള ദൂരം ഏകദേശം 1 കിലോമീറ്റർ കണക്കിൽ വന്നിട്ടില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരും പൊതുവായ ഒരു ഉപദേശം പരസ്പരം കൈമാറി. താഴോട്ട് നോക്കാതെ ചവിട്ടുന്ന പടിയിൽ മാത്രം നോക്കി മുകളിലേക്ക് കയറുക എന്ന്. അവർ പറഞ്ഞതായിരുന്നു ശരി. അല്പം കണ്ണു തെറ്റിയാൽ വലിയൊരു ദുരന്തം നമ്മൾ കാണേണ്ടി വരും. അത്രയ്ക്കും ചെങ്കുത്തായ മലയാണ് കയറേണ്ടത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും അപായ സാധ്യതയുള്ള ഒരു ഉദ്യമം. ചെരുപ്പിട്ട് കയറാൻ എന്തായാലും സാധിക്കില്ല. അതുകൊണ്ട് സൈഡിൽ ഞാൻ ഊരിയിട്ടു. കല്ലിൽ കൊത്തി ഉണ്ടാക്കിയ ഭാഗത്ത് പകുതി കാല് മാത്രമേ വയ്ക്കാൻ പറ്റൂ. 2 കൈകൊണ്ടും വശങ്ങളിൽ ഉള്ള കല്ലിൽ അടിച്ചിറക്കിയ കമ്പികളിൽ, അല്ലെങ്കിൽ ഈ കമ്പികൾ തമ്മിൽ വലിച്ചു കെട്ടിയ ചങ്ങലകളിൽ പിടിച്ച് വലിഞ്ഞു കയറണം അടുത്ത 500 മീറ്റർ മുകളിലേക്ക്. എൻ്റെ കയ്യിൽ ക്യാമറയുമുണ്ട്. റെക്കോർഡിംഗ് നടക്കുന്നു. നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം. മുൻപിൽ പോകുന്ന ആർക്കെങ്കിലും കയ്യോ കാലോ തെന്നിയാൽ താഴെയുള്ള ആളെ ഇടിച്ച് 2 പേരും താഴെ വീഴും. എത്ര അടി താഴ്ചയിലേക്ക് എന്നത് പിന്നത്തെ കാര്യം. ഓം നമഃശിവായ എന്ന ഉരുവിട്ട് മുകളിലേക്ക് കയറി.
തൂങ്ങി കയറി ചെന്നപ്പോൾ അടുത്തത് പോകാൻ വഴിയില്ലാത്ത ഭാഗത്ത് ഇരുമ്പ് കൊണ്ടുണ്ടാക്കിയ ഒരു പാലം. പക്ഷേ നിരപ്പായിട്ടല്ല, ചരിഞ്ഞത്. അതും ഓം നമഃശിവായ എന്ന മന്ത്രം ഉരുവിട്ട് ഇടിച്ചു കയറി. തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ കയറി വന്നു എന്ന് ഞാൻ എന്നോട് തന്നെ ചോദിച്ചു. എത്തിച്ചേരേണ്ട സ്ഥലം, താഴേക്കുള്ള കാഴ്ചകൾ. മല്ലികാർജുൻ എന്തിനാണ് ഇത്രയും ഉയരത്തിൽ വന്നിരിക്കുന്നത്? ഇത്രയും പാടുപെട്ട് കയറി വന്നപ്പോൾ അല്പം വിശ്രമിക്കാൻ ഒരു സ്ഥലം. പിന്നിൽ നോക്കിയപ്പോൾ കൂടെ വലത് കൈപ്പത്തി എങ്ങനെയോ നഷ്ടപ്പെട്ട ഒരു കുരങ്ങൻ. ഇനി കുറച്ചു ദൂരം നിരപ്പായ വഴികളിലൂടെ. മുകളിലായിട്ട് ദൂരെ ക്ഷേത്രവും കാണാം. ചെയ്യാർ എന്ന നാട്ടുരാജ്യത്തെ രാജാവായ നന്ദർ 3-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഏകദേശം 2000 വർഷത്തെ പഴക്കമുള്ള ക്ഷേത്രം. നശിപ്പിക്കപ്പെട്ട കോട്ടഭാഗങ്ങളാണ് മുമ്പിൽ കാണുന്നത്. ഈ പാറയുടെ മുകളിൽ കൂടി വീണ്ടും വലിഞ്ഞു കയറി ക്ഷേത്രത്തിലേക്ക്. ശിവപാദം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഭക്തജനങ്ങൾ പൂജിക്കുന്ന ഈ പാദം കൈലാസത്തിൽ നിന്നും ഭഗവാൻ പരമേശ്വരൻ തിരുവണ്ണാമലയിലുള്ള അരുണാചല മലയിലേക്ക് പോകുന്ന വഴിയിൽ പർവ്വതമലയിൽ ചവിട്ടിയതിനാൽ ഉണ്ടായത് എന്നാണ് വിശ്വാസം. മുകളിലേക്കുള്ള ഈ നടപ്പാതയുടെ വശങ്ങളിലാണ് ഭഗവാൻ പരമശിവന്റെ തീവ്ര ഭക്തർ തപസ്സനുഷ്ഠിക്കുന്ന സ്ഥലം. ഈ 2 പാറകൾക്കിടയിലൂടെയുള്ള കൽപ്പടവുകൾ കയറണം. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ ഓടിക്കയറിപ്പോയി.
മനുഷ്യനിർമ്മിതമായ പടികൾ. ഇത്രയും ഉയരത്തിൽ സിമൻറ്റും മണലും ചല്ലിയും കമ്പിയും എത്തിച്ചവരെ ആദ്യം സാഷ്ടാംഗം പ്രണമിക്കുന്നു. വെറുതെയല്ല, നമ്മൾ കടന്നു വന്ന വഴികൾ മനസ്സിലോർത്താൽ മതി, അറിയാതെ പ്രണമിക്കും. താഴോട്ട് നോക്കിയാൽ ആ വഴികൾ നമുക്ക് കാണാം. മുകളിലെത്തിയാൽ നമ്മളെ സ്വീകരിക്കുന്നത് ആദ്യ ദർശനം അഗസ്ത്യമുനിയാണ്. ഇനിയുള്ള എല്ലാ നിർമ്മിതികളും എന്നെ സംബന്ധിച്ചിടത്തോളം അവിശ്വസനീയമാണ്. അന്നദാന മഠം, ഒരു വലിയ ഹാളും അടുക്കളയും, അതിനോട് ചേർന്ന് ഒരു വലിയ ടാങ്ക്, മഴവെള്ള സംഭരണി. ഇതെല്ലാം നിർമ്മിക്കാൻ വേണ്ടി എത്ര പ്രയത്നിച്ചിരിക്കും. ക്ഷേത്രത്തിലേക്ക് ഇനിയും ദൂരം ബാക്കി. വേറൊരു മഴവെള്ള സംഭരണി കൂടെ. ഒരു ചെറിയ ക്ഷേത്രഗോപുരം. ഏത് വർഷം നിർമ്മിച്ചത് എന്നറിയാൻ ഒരു മാർഗവുമില്ല. സമയം 1:46. 5.25 മണിക്കൂർ വേണ്ടി വന്നു 5.5 കിലോമീറ്റർ നടക്കാൻ. പാറയിൽ തൂങ്ങിക്കയറിയ ദൂരം വേറെ. എല്ലാ വിശ്വാസികളെയും കാത്ത് വിഘ്നേശ്വരൻ ഇവിടെയുണ്ട്. നടന്ന് തളർന്ന് പർവ്വതമലയുടെ ഉച്ചിയിൽ മല്ലികാർജുന അഖിലാണ്ടേശ്വരി ക്ഷേത്രത്തിലെത്തി. കർപ്പൂരവും ചന്ദനത്തിരിയും ഉപയോഗിക്കാനും തേങ്ങ ഉടയ്ക്കാനും ഇവിടെ അനുവാദമില്ല. ക്ഷേത്രത്തിലെ ശ്രീകോവിൽ ഇരിക്കുന്ന ഭാഗത്ത് ഇലക്ട്രിസിറ്റി ഇല്ല. ഭക്തജനങ്ങളിൽ ചിലരുടെ കയ്യിൽ ടോർച്ച് ലൈറ്റ് ഉണ്ട്, മറ്റുള്ളവർ മൊബൈൽ ഫോണിലെ ലൈറ്റ് ഉപയോഗിക്കുന്നു. എല്ലാവരും എല്ലാ ഉപദൈവങ്ങൾക്കും ഭസ്മാഭിഷേകമാണ് പ്രധാനമായും ചെയ്യുന്നത്. പർവ്വതമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട 18 സിദ്ധകളുടെ പ്രതിഷ്ഠയും നടുക്ക് ശിവലിംഗ പ്രതിഷ്ഠയും. അഗസ്ത്യർ, തിരുമൂലം, കൊങ്കണർ, കരുവോരാർ, മജമുനി, കമലമുനി, ചതൈമുനി, ബ്രഹ്മമുനി, പതഞ്ജലി, കാളങ്കിനാഥർ തുടങ്ങി. പക്ഷേ 18 സിദ്ധരുടെയും പേരുകൾ എനിക്കറിയില്ല. ഇത് കേട്ടറിവ് മാത്രം. ശ്രീകോവിലിന് മുൻപിൽ വിളക്ക് വയ്ക്കുന്നതിനുള്ള പ്രത്യേക സ്ഥലം. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് വാതിലുകളില്ല. 2000 വർഷത്തെ ചരിത്രത്തിൽ ഒരിക്കലും അടയ്ക്കാത്ത ക്ഷേത്രം. പൂജാ സാധനങ്ങൾ വാങ്ങി വന്ന് ഭക്തജനങ്ങൾ തന്നെയാണ് ഇവിടെ പൂജയും ചെയ്യുന്നത്. ചെന്നൈ അയനവാരത്തുള്ള ഒരു കുടുംബം ഒരു പൂജാരിയെയും കൂട്ടിക്കൊണ്ടുവന്ന് കല്യാണക്കുറി ശിവലിംഗത്തിന് മുമ്പിൽ വെച്ച് പൂജ ചെയ്യുന്നു. ഇത് പർവ്വതാംബാൾ, ശ്രീ ഭ്രമരാംബിക, അഖിലാണ്ടേശ്വരി എന്നീ രൂപത്തിൽ മല്ലികാർജുനൻ്റെ പത്നി പാർവതി ദേവിയുടെ പ്രതിഷ്ഠ. ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും പൂജാസാധനങ്ങൾ എല്ലാം വാങ്ങി ഒരു പൂജ ചെയ്യാനുള്ള സർവ്വ തയ്യാറെടുപ്പോടെയാണ് വന്നിരിക്കുന്നത്.
ഓം നമ ശിവായ. 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 ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങളെക്കാൾ ഇവിടെയുള്ളത് കുരങ്ങന്മാരാണ്. സാധാരണ ക്ഷേത്രങ്ങളിൽ കൊടിമരം ക്ഷേത്രത്തിന് മുൻപിൽ വെളിയിലാണ്. ഇവിടെ ക്ഷേത്രത്തിനകത്ത്
മുകൾ ഭാഗം ഉൾപ്പെടെ അടച്ചു മൂടിയിരിക്കുകയാണ്. ഒരു ചെറിയ ദ്വാരം മതി, അതിലൂടെ കുരങ്ങന്മാരകത്തു കയറി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകൾ കണ്ടോ? താഴെ മുഴുവൻ വൈറ്റ് സിമൻറ്റ് പോലെ കാണുന്നത് ഭസ്മമാണ്. അഭിഷേകം ചെയ്യുന്ന ഭസ്മം കഴുകിയിറക്കുന്നത്. ഇത് തീർത്ഥക്കുളം അല്ല. ക്ഷേത്രം നിർമ്മിക്കുന്നതിന് മുൻപ് നിർമ്മാണ ആവശ്യങ്ങൾക്കായി മഴവെള്ളം സംഭരിക്കാൻ പാറ പൊട്ടിച്ച് ഉണ്ടാക്കിയ കുഴിയാണ്. പക്ഷേ ഇപ്പോൾ ചില ഭക്തജനങ്ങൾ ഇതിലെ വെള്ളം തീർത്ഥം എന്ന് പറഞ്ഞ് കുപ്പിയിലെടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. ഈ പടി കയറി വേണം തിരികെ പോകാൻ. മനസ്സ് നിറഞ്ഞ് തൊഴുതു, പ്രാർത്ഥിച്ചു, ഇനി മടങ്ങാം. ക്ഷേത്രമുറ്റത്തു നിന്നുള്ള ഒരു ദൂരക്കാഴ്ച. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഭയാനകമായ ഒരു ഭംഗി എന്ന് വേണമെങ്കിൽ പറയാം. തിരികെ ഇറങ്ങാൻ ഉപയോഗിക്കുന്ന ഇരുമ്പ് പടി. ചിലർ കയറാനും ഈ പടി തന്നെ ഉപയോഗിക്കും. മുകളിലേക്ക് കയറിയതുപോലെ ഈ കാണുന്ന പടികളിലൂടെ പുറകോട്ട് നടന്നു വേണം താഴേക്കിറങ്ങാൻ. വളരെ സൂക്ഷിക്കണം, അപകടകരമാണ്. വിശ്വാസമുള്ളവർ ആരോഗ്യം അനുവദിക്കുമെങ്കിൽ ഒരിക്കലെങ്കിലും ഇവിടെ വന്ന് പ്രാർത്ഥിക്കണം. ശബരിമലയിൽ പോകുന്നത് പോലെ ഇതൊരു പ്രത്യേക അനുഭവമാണ്. സ്ത്രീകൾക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വരാം, പ്രാർത്ഥിക്കാം. പർവ്വതമലയുടെ വിവരണങ്ങളും കാഴ്ചകളും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും നന്ദി. വീണ്ടും മറ്റൊരു വീഡിയോയിൽ